ഹായ് ഓൾ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വെൽക്കം. നമ്മൾ ഓപ്ഷൻ ട്രേഡിങ്ങിനെ കുറിച്ചിട്ടും വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒത്തിരി വീഡിയോസ് ഓൾറെഡി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഐ ബട്ടണിൽ പോയിട്ട് നമ്മുടെ പ്രീവിയസ് വീഡിയോസ് കാണുക. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് എന്താണ് മാക്സ് പെയിൻ എന്നാണ്. നിങ്ങൾ ഓപ്ഷൻ ട്രേഡേഴ്സ് ആണെങ്കിൽ ഒരു പക്ഷേ ഈ ഒരു വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, മാക്സ് പെയിൻ എന്ന് പറയുന്ന ഈ ഒരു വാക്ക്. അപ്പോൾ എന്താണ് മാക്സ് പെയിൻ? ആ ഒരു പേരിൽ നിന്ന് തന്നെ കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ ഓപ്ഷൻ ട്രേഡിങ്ങിൽ മാക്സ് പെയിൻ എങ്ങനെ ഉപയോഗിക്കാം, ഇൻട്രാഡേ ട്രേഡിങ്ങിൽ എങ്ങനെ ഉപയോഗിക്കാം, പൊസിഷണൽ ട്രേഡിങ്ങിൽ എങ്ങനെ ഉപയോഗിക്കാം, അതുമാത്രമല്ല അഡ്ജസ്റ്റ്മെൻറ്റ്സിന് വേണ്ടിയിട്ടും മാക്സ് പെയിൻ എങ്ങനെ യൂസ് ചെയ്യാൻ സാധിക്കുമെന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാനായിട്ട് പോകും. നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ പ്രീവിയസ് വീഡിയോസ് വളരെ കൃത്യമായിട്ട് കംപ്ലീറ്റ് ചെയ്യുക. ഞാൻ സുനിൽ മത്തായി, ഫൗണ്ടർ ഓഫ് ട്രേഡ് ടോക്സ്. എന്താണ് മാക്സ് പെയിൻ? ആ ഒരു പേരിൽ തന്നെയുണ്ട് മാക്സിമം പെയിൻ ഉള്ള സ്ഥലം. ആർക്കാണ് മാക്സിമം പെയിൻ വരിക? ഒരു ഓപ്ഷൻ ബയ്യർക്ക് മാക്സിമം പെയിൻ ഉണ്ടാകുന്ന സ്ഥലമാണ് ആക്ച്വലി പറയുന്ന മാക്സ് പെയിൻ എന്നുള്ള വാക്കുകൊണ്ട് തന്നെ പറയുന്നത്. നമുക്കറിയാം മാർക്കറ്റിൽ ഓപ്ഷൻ ബയ്യേഴ്സും ഉണ്ട്, ഓപ്ഷൻ സെല്ലേഴ്സും ഉണ്ട്. ഓപ്ഷൻ ബയ്യേഴ്സിൻ്റെ പ്രോഫിറ്റ് ആയിരിക്കും ഓപ്ഷൻ സെല്ലേഴ്സിൻ്റെ ലോസ്. ഓപ്ഷൻ സെല്ലേഴ്സിൻ്റെ പ്രോഫിറ്റ് ആണ് എപ്പോഴും ഒരു ഓപ്ഷൻ ബയ്യർക്കിടെ ലോസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഒരാളുടെ പ്രോഫിറ്റ് ഒരാളുടെ ലോസ് വളരെ കൃത്യമാണ് ഓപ്ഷൻസിൽ. അപ്പോൾ ഒരു ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഒരു സീറോ സം ഗെയിമാണ്. ഒരാൾക്കൊരു പ്രോഫിറ്റ്, ഒരാൾക്ക് ഒരു ലോസ്, ഈ ഒരു രീതിയിലാണ് പോകുന്നത്. നമുക്കറിയാം എപ്പോഴും ഒരു സെല്ലർ എപ്പോഴും ഫൈൻഡ് ചെയ്യുന്ന ഒരു എക്സ്പയറി ഡേ ഒക്കെ ആകുമ്പോൾ OTM കോൾസിനെയും പുട്സിനെയും ഒക്കെ സെല്ല് ചെയ്തുകൊണ്ട് മാക്സിമം പ്രോഫിറ്റ്സ് എടുക്കാൻ നോക്കാറുണ്ട്. എന്തുകൊണ്ടാണ്? ഔട്ട് ഓഫ് ദ മണി 90% ഓഫ് ഓപ്ഷൻസ് എന്താണ്? സീറോ ആയി പോകാനുള്ള സാധ്യതകളാണുള്ളത്. അപ്പോൾ ഒരു സെല്ലറെ സംബന്ധിച്ചോളം OTMs സെല്ല് ചെയ്തുകൊണ്ട് വളരെ ഈസി ആയിട്ട് പ്രോഫിറ്റ്സ് ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. എന്നാൽ ഒരു ഓപ്ഷൻ ബയ്യറോ കൂടുതലും സീറോ ഹീറോ ട്രേഡ്സ് ഒക്കെ ചെയ്തുകൊണ്ട് 5 രൂപയും 10 രൂപയൊക്കെയുള്ള ഓപ്ഷൻസ് 5 ടൈംസോ 10 ടൈംസോ ഒക്കെ ആകുന്നതിന് വേണ്ടിയിട്ടായിരിക്കും ട്രേഡ് ചെയ്യുന്നത്. എന്നാൽ അതിൻ്റെ പ്രോബബിലിറ്റി വളരെ കുറവാണ്. ഒരു സെല്ലറെ സംബന്ധിച്ചോളം സെല്ലർക്ക് വിൻ ചെയ്യാനുള്ള പ്രോബബിലിറ്റി വളരെ കൂടുതലാണ്. അവിടെയാണ് ഈ ഒരു മാക്സ് പെയിൻ കടന്നു വരുന്നത്. ഒരു സെല്ലേഴ്സിൻ്റെ കോൾ സെല്ല് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ പുട്ട് സെല്ല് ചെയ്തിരിക്കുന്ന ഒരു ടോട്ടലിൻ്റെ ഒരു മീൻ വാല്യൂ, ഇവർ രണ്ടാളുടെയും ടോട്ടൽ വ്യൂ അനുസരിച്ച് മാർക്കറ്റ് എവിടെ എക്സ്പയർ ആകാനാണ് സാധ്യത എന്ന് പറയുന്ന ഒരു പോയിൻ്റാണ് മാക്സ് പെയിൻ എന്ന് പറയുന്നത്. അപ്പം അതായത് സെല്ലർക്ക് ഏറ്റവും കുറവ് ലോസ് ഉണ്ടാവുകയും എന്നാൽ ബയ്യർക്ക് ഏറ്റവും കൂടുതൽ ലോസ് ഉണ്ടാകുകയും ചെയ്യുന്ന ഒരു പോയിന്റാണ് മാക്സ് പെയിൻ എന്ന് പറയുന്ന ഈ ഒരു പോയിന്റ്. ഈ ഒരു പോയിന്റ് ഐഡന്റിഫൈ ചെയ്താലത്തെ ഗുണം എന്താണ്? സോ ഇപ്പോൾ കറന്റ് മാക്സ് പെയിൻ 19,500 എന്ന് പറയുന്ന ഒരു സ്പോട്ടിലാണ്. മാർക്കറ്റ് 19,300 നിൽക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഒരു പുട്ട് സ്പ്രെഡ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു കോൾ ബൈ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് 19,500 പോയിട്ട് ഒരു സ്ട്രാഡിൽ എൻട്രി എടുക്കാം. ഇങ്ങനെ നമുക്ക് പല ടൈപ്പ് ഓഫ് ട്രേഡ്സ് അവിടെ ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ മാർക്കറ്റ് എവിടെയാണ് തീരുന്നത് എന്നാണ് മാക്സ് പെയിൻ, എക്സ്പയറി എവിടെയാണെന്നാണ് നമ്മളോട് പറയുന്നത്. യെസ്, അപ്പോൾ അത് വളരെ യൂസ്ഫുൾ അല്ലേ? അപ്പോൾ അതുപോലെ നമുക്ക് നമ്മുടെ ട്രേഡ്സ് ഇനീഷ്യേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ മാക്സ് പെയിൻ എവിടെ നോക്കാം, എങ്ങനെ നോക്കാം എന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് സ്ക്രീൻ ഷെയർ ചെയ്ത് കാണിച്ചു തരാം. അതുപോലെ തന്നെ മാക്സ് പെയിൻ ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ട്രേഡിംഗ് മെത്തേഡ് കൂടി ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. മാക്സ് പെയിൻ ഒത്തിരി ലഭിക്കുന്ന ഒത്തിരി ഫ്രീ ടൂളുകളുണ്ട്, അല്ലെങ്കിൽ പെയ്ഡ് ടൂളുകളും അവൈലബിൾ ആണ്. എന്നാലും നമുക്ക് ഗൂഗിളിൽ പോലും സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഒത്തിരി ഫ്രീ ടൂളുകൾ അവൈലബിൾ ആണ്. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ അവസാനം വരെ കാണും. മാക്സ് പെയിന് വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ തന്നെ നമുക്ക് ഒത്തിരി ഫ്രീ ആയിട്ടുള്ള വെബ്സൈറ്റ്സ് അവൈലബിൾ ആണ്. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു വെബ്സൈറ്റ് നിങ്ങളെടുത്ത് കാണിക്കുകയാണ്. ഈ ഒരു വെബ്സൈറ്റ് നിഫ്റ്റി ഇൻവെസ്റ്റ് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റാണ്. ഇവിടെ നിങ്ങൾ മാക്സ് പെയിൻ എടുക്കുമ്പോൾ തന്നെ നമുക്ക് കൃത്യമായിട്ട് മാക്സ് പെയിൻ കാണാൻ പറ്റും. ഇവിടെ പുട്ട് സെല്ലേഴ്സ്, അതുപോലെ തന്നെ ഇവിടെ കോൾ സെല്ലേഴ്സാണ്, റൈറ്റ്. അപ്പോൾ എന്താണ് പുട്ടും കോളും സെല്ലേഴ്സിൻ്റെ ഏകദേശം സെൻറ്റർ പോയിൻ്റാണ് മാക്സ് പെയിൻ എന്ന് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇപ്പോൾ ഇവിടെ ഏകദേശം 19,200 മാക്സ് പെയിൻ ഇവിടെ കാണിക്കുന്നത്, അല്ലെങ്കിൽ 200-250 റേഞ്ചാണ് മാക്സ് പെയിൻ കാണിക്കുന്നത്. ഇപ്പോൾ ഒരു എന്താ പറയുക, ഒരു ഇൻട്രാഡേ ട്രേഡർ ആണ് എങ്കിൽ കറൻ്റ് മാർക്കറ്റ് നിൽക്കുന്നത്, നിഫ്റ്റി ഇപ്പോൾ നിൽക്കുന്നത് എവിടെയാണ്? ഏകദേശം 19,350. അപ്പോൾ മാക്സ് പെയിൻ എവിടെയാണ്? 200-250 റേഞ്ചിലോട്ടാണ്. അപ്പോൾ എന്താണ് അതിൻ്റെ കാര്യം? എന്താണ്? അപ്പോൾ മാക്സ് പെയിൻ എവിടെയാണോ അങ്ങോട്ടേക്ക് നിഫ്റ്റി വരാനുള്ള സാധ്യതയുണ്ടെന്നാണ് മാക്സ് പെയിൻ പറയുന്നത് അല്ലേ. എക്സ്പയറി ഡേയിലോട്ട് മാർക്കറ്റ് മാക്സ് പെയിൻ എന്ന് പറയുന്ന സ്പോട്ടിലോട്ട് വരും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ നിഫ്റ്റിയുടെ മാക്സ് പെയിൻ എത്രയാണ്? 19,250. സ്പോട്ട് ഏകദേശം 19,350.
അപ്പോൾ ഏകദേശം എക്സ്പെക്റ്റഡ് മൂവ് -100 പോയിൻറ്റ്സ് ആണ് മാർക്കറ്റ് താഴത്തോട്ട് വരാനുള്ളൊരു സാധ്യത ഈ ഒരു പോയിന്റിൽ നമുക്കിപ്പോൾ കാണുന്നത്. അപ്പോൾ ഈ ഒരു മാക്സ് പെയിനിൽ തന്നെ നമുക്ക് ട്രെൻഡിങ് മാക്സ് പെയിൻ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇവിടെ ഈ ഓഗസ്റ്റ് 31 എക്സ്പയറിയിൽ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും മാക്സ് പെയിൻ ഒരു ഫിക്സഡ് സാധനമല്ല. മാക്സ് പെയിൻ എന്ത് ചെയ്യാണ്? മാക്സ് പെയിൻ മാർക്കറ്റ് മൂവ് ചെയ്യുന്നതനുസരിച്ച് മൂവ് ചെയ്ത് ചേഞ്ച് ആകുന്നൊരു കാര്യമാണ്. ഇപ്പോൾ കറൻ്റ് മാക്സ് പെയിൻ എന്ത് ചെയ്തിട്ടുണ്ട്? അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇപ്പോൾ ഏകദേശം 300-350 പോയിട്ടുണ്ട്. അപ്പോൾ ആദ്യമൊക്കെ എത്രയായിരുന്നു? ആദ്യമൊക്കെ 700 ആയിരുന്നു. 700 നിന്ന് കുറഞ്ഞ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ മാക്സ് പെയിൻ എവിടെയാണോ അങ്ങോട്ടേക്ക് മാർക്കറ്റ് പോകാനുള്ള ഒരു സാധ്യത നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ദിവസം തന്നെ സെപ്റ്റംബർ 7 മാക്സ് പെയിൻ എവിടെയാണ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ സെപ്റ്റംബർ 7 മാക്സ് പെയിൻ എവിടെയാണെന്നൊക്കെ നമുക്ക് വളരെ കൃത്യമായിട്ട് ഇവിടെ അറിയാനായിട്ട് സാധിക്കുന്നതാണ്. ഇപ്പോൾ നോക്കുമ്പോൾ 19,350 കാണിക്കുന്നത്. കുറച്ച് ആ ഒരു ലെവലിൽ തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുകയും അതനുസരിച്ച് മാർക്കറ്റ് എവിടെ എക്സ്പയർ ആകും എന്ന് നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റും. പിന്നെ മാർക്കറ്റ് മാക്സ് പെയിൻ എവിടെയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി പൊസിഷണൽ ട്രേഡ് എന്താണ്? നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി പൊസിഷണൽ ട്രേഡ് അയൺ കോണ്ടോറാണ്. അയൺ കോണ്ടോർ നമുക്ക് അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? സോ ഓക്കെ, മാർക്കറ്റ് എവിടെയാണ്? ഇപ്പോൾ നിഫ്റ്റിയിലാണ് നമ്മൾ ചെയ്യുന്നത് എന്ന് വിചാരിക്കും. പൊസിഷണൽ ട്രേഡ് ഇൻ നിഫ്റ്റി. അപ്പോൾ നിഫ്റ്റിയിൽ നമ്മൾ പൊസിഷണൽ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ മാക്സ് പെയിൻ എവിടെയാണ്? മാക്സ് പെയിൻ നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ മനസ്സിലായി. മാക്സ് പെയിൻ എവിടെ നിൽക്കുന്നു? മാക്സ് പെയിൻ ഏകദേശം 19,350 എന്ന് പറയുന്ന സ്പോട്ടിലാണ് നിൽക്കുന്നത്. സോ ഇങ്ങനെയാണെങ്കിൽ നമ്മൾ എവിടെ വെനസ്ഡേ ഒരു ബുധനാഴ്ച വന്നിട്ട് നമ്മൾ എവിടെ അയൺ കോണ്ടൂർ ചെയ്യും? എല്ലാവരും നിങ്ങളൊന്ന് മനസ്സിൽ വിചാരിക്കും, എവിടെ നമ്മൾ അയൺ കോണ്ടൂർ ചെയ്യും? നമുക്ക് 350-ന് 100 പോയിൻ്റ് അപ്പുറത്തും 100 പോയിൻ്റ് ഇപ്പുറത്തുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നിഫ്റ്റിയുടെ കോളിനെയും പുട്ടിനെയും സെല്ല് ചെയ്യാം. ഏതൊക്കെ? 19,450 CE നമുക്ക് സെല്ല് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് സെല്ല് ചെയ്യാൻ പറ്റുന്നത് എന്താണ്? 19,250 PE. ഇത് രണ്ടും നമുക്ക് എന്ത് ചെയ്യാം? ഇത് രണ്ടും നമുക്ക് സെല്ല് ചെയ്യാം. റൈറ്റ്. ഇത് രണ്ടും നമ്മൾ സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ വെറുതെ ഇരിക്കാൻ പറ്റുമോ? നമുക്ക് ഇല്ല. നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് ഹെഡ്ജ് കൊടുക്കണം. അഡ്ജസ്റ്റ്മെൻറ്റ് മൂവ് ചെയ്താൽ ഇപ്പോൾ നമുക്ക് അൺലിമിറ്റഡ് ലോസ് ഒഴിവാക്കാനായിട്ട് ഒരു 100 പോയിൻ്റ് അപ്പുറത്ത് ഇപ്പുറത്ത് എന്ത് ചെയ്യാം? ഹെഡ്ജ് കൊടുക്കാം. 19,550 ബൈ ചെയ്യാം. CE നമുക്ക് എന്ത് ചെയ്യാം? ബൈ ചെയ്യാം. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു ടെക്നിക്ക് തന്നെയാണ്. നമ്മൾ ഇതിനു മുമ്പത്തെ വീഡിയോസിലൊക്കെ ഇത് കവറപ്പ് ചെയ്തിട്ടുണ്ട്. 19,150 PE നമുക്ക് എന്ത് ചെയ്യാം? അതും നമുക്ക് ബൈ ചെയ്യാം. അപ്പോൾ നമ്മൾ ഒരു അയൺ കൊണ്ട് ഒരു 100 പോയിൻ്റ് ഹെഡ്ജിൽ കൊടുത്തു. അപ്പോൾ നമുക്കറിയാം ഇതിന് ചെറിയ പ്രോഫിറ്റ്സും ഏകദേശം ഒരു 6,000 to 7,000 റുപ്പീസിൻ്റെ ലോസും വരാനുള്ള സാധ്യതയുണ്ട്. മാക്സ് പെയിൻ ഇവിടെ നിന്ന് ചേഞ്ച് ആകുന്ന മുറയ്ക്ക് നമ്മൾ നമ്മുടെ പൊസിഷൻസിനെ ചേഞ്ച് ചെയ്യും. ഇവിടെ നിന്ന് മാക്സ് പെയിൻ 19,450 ഷിഫ്റ്റ് ആയിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ എല്ലാ പൊസിഷൻസിലും അതനുസരിച്ചിട്ടുള്ള ഷിഫ്റ്റ് ചെയ്യണം. സോ എനിക്ക് തോന്നുന്നു ബൈ ലെഗുകൾ വലിയ കാര്യമായിട്ട് ഷിഫ്റ്റ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, സെൽ ലെഗുകൾ കൃത്യമായിട്ട് ഷിഫ്റ്റ് ചെയ്യണം. 19 എത്ര ആക്കണം? 450 മാറി. അപ്പോൾ എന്ത് ചെയ്യണം? 19,550 CE ആണ് നമ്മൾ സെല്ല് ചെയ്യേണ്ടത്. റൈറ്റ്. ഇപ്പോഴത്തെ ഇത് നമ്മൾ സെല്ല് ചെയ്യണം 19,350 PE നമ്മൾ സെല്ല് ചെയ്യണം. ഇങ്ങനെ മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നതനുസരിച്ച് നമ്മുടെ പൊസിഷൻസിനെ മുകളിലോട്ട് ഷിഫ്റ്റ് ചെയ്യുകയും മാക്സ് പെയിൻ താഴത്തോട്ട് നമ്മൾ മാർക്കറ്റ് മൂവ് ചെയ്യല്ല, മാക്സ് പെയിനിൽ വരുന്ന ചേഞ്ച് അനുസരിച്ച് നമ്മുടെ പൊസിഷൻസിൽ നമുക്ക് ചേഞ്ചസും ഷിഫ്റ്റിങ്ങും നടത്തിക്കൊണ്ട് നമുക്ക് നല്ല പ്രോഫിറ്റബിൾ ട്രേഡർ ആകാനായിട്ട് മാക്സ് പെയിൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് മാക്സ് പെയിൻ വർക്കൗട്ട് ചെയ്ത് നോക്കുക, എന്നിട്ട് കമൻറ്റ്സ് പറയുക. മാക്സ് പെയിൻ നിങ്ങൾക്ക് ഇഷ്ടമായോ? മാക്സ് പെയിൻ നിങ്ങൾക്ക് ഉപയോഗിച്ച് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുക, നിങ്ങളുടെ ട്രേഡിംഗ് സിസ്റ്റത്തിലേക്ക് അതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുക. ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരേക്കും ഗുഡ് ബൈ. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.